ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു 2.2 ആംപ്ലിഫയറിൻ്റെ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റാൻഡ് ബൈ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആമ്പ് കറണ്ടി കൊടുക്കുമ്പോൾ ഈ ലൈറ്റ് ബ്ലിങ്ക് ആയിക്കൊണ്ട് നിൽക്കും. നമ്മൾ ഓണായി കഴിഞ്ഞാൽ ഈ ലൈറ്റ് സ്റ്റില്ലാവും. എന്നിട്ട് നമുക്ക് ബാക്കി ഫുള്ളായിട്ട് ഓണാവും. മെയിൻ ട്രാൻസ്ഫോമർ ഓണാവും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് മാസ്റ്റർ വോളിയം, പിന്നെ ബാസ്, ട്രബിൾ, ബാലൻസ്, വോളിയം, ഇത് ചാനലിൻ്റെ വോളിയമാണ്, പിന്നെ മെനു, ഓക്കെ, സെലക്ട്, പിന്നെ സബ് വോളിയം. ഇത്രയും ഓപ്ഷൻസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ മുമ്പ് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച പാനൽ USB മൊഡ്യൂൾ ഇതായിരുന്നു. ഇത് മാർക്കറ്റിൽ പുതുതായിട്ട് ഇറങ്ങിയൊരു മൊഡ്യൂളാണ്. ഇത് പക്ഷേ കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് വേറെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോൾ നോർമൽ സാധാരണ മൊഡ്യൂളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഫംഗ്ഷനാണ് ഈ മെനുവും ഓക്കെയൊക്കെ. ഇതൊരു എൻകോഡറാണ്. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഈ സാധനം പുതിയത് കിട്ടിയാലേ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് അവരുടെ സാധനം അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ നോർമൽ മൊഡ്യൂൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെനുവിൽ നമ്മൾ കറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ മൊഡ്യൂളെല്ലാം ഓഫാവും. എന്നിട്ട് ലൈറ്റും മാറും, ബാക്ക് ലൈറ്റ് മാറും. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മോഡലോട്ട് ആയിക്കഴിഞ്ഞാൽ ഇതിൽ 4 ബോർഡുണ്ട്. ഈ 4 ബോർഡിലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് RCA കേബിൾ വഴി ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 4 RCA ജാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് 4 ബോർഡിനെയും പ്രത്യേകം കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്കിപ്പം വേറെ അതിൻ്റെ ഒരു ആമ്പിൽ നിന്ന് ഇതിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ USB വഴി പാട്ടിടാം, ബ്ലൂടൂത്ത് എല്ലാം കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഉൾഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ RBL പ്ലസിൻ്റെ 6 ട്രാൻസിസ്റ്ററിൻ്റെ 2 ബോർഡ് ചാനലിനും അവരുടെ തന്നെ 400 വാട്ട്സിൻ്റെ ക്ലാസ് D ബോർഡ് 2 സബിനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ DTECൻ്റെ ഹൈഫൈ സ്റ്റീരിയോ ബോർഡാണ് ടോൺ കൺട്രോൾ. പിന്നെ നമ്മൾ 1000 MFT 80 വാട്ടിൻ്റെ 8 കപ്പാസിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൊറോഡ് ട്രാൻസ്ഫോമർ, സ്റ്റാൻഡ് ബൈ ബോർഡ്, പിന്നെ ഒരു ചെറിയ 1 ആമ്പിയർ ട്രാൻസ്ഫോമർ നമ്മളെ സ്റ്റാൻഡ് ബൈക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹെവി ആയിട്ടുള്ള 2 സ്പീക്കർ ബ്രഷ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഗെയിനർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഔട്ട് എടുക്കണമെങ്കിൽ ഈ ഗെയിനർ വഴിയാണ് ഇതിൽ ഔട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഗെയിനർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 5.1 ഗെയിനർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ AVRൽ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന സിഗ്നൽ ഗെയിൻ കുറവാണെങ്കിൽ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടാൻ പറ്റും. അതിനായിട്ടാണ് ആ ഗെയിനർ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ RBL പ്ലസിൻ്റെ തന്നെ സബ് ഫിൽറ്ററാണ്. അത് നമുക്ക് സ്ക്രൂ മൗണ്ട് ചെയ്യാൻ ഇത്തിരി പാടായതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾട്രേഷൻ വരുത്തിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന ഈ 4 റിലേ വരുന്നത് നമുക്ക് ഇൻപുട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മെനു സെലക്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇൻപുട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിലേ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഓക്സ് ഇൻപുട്ട്. പിന്നെ 2 ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബനാന സോക്കറ്റ്, നമ്മൾ ലെഫ്റ്റ് റൈറ്റ് സബ് 2 വേണ്ടിയിട്ട് ഇങ്ങനെ ബനാന സോക്കറ്റ്. ഇതാണ് നമ്മുടെ പ്രിയ ഇന്ന് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് 4 ബോർഡിന് സെപ്പറേറ്റ് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ 6 ട്രാൻസിസ്റ്ററിൻ്റെ 2 ബോർഡാണ് ചാനൽ 1ഉം ചാനൽ 2. നമ്മൾ ക്ലാസ് D ബോർഡാണ് ചാനൽ 3ഉം ചാനൽ 4ഉം. ഇത്ര നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള ഒരു പവർ സ്വിച്ചും ഫ്യൂസും ഇതിൻ്റെ പവർ കോഡും, ഇത്രയാണ് ഒരു ഫാനും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ബാക്കിലെ ലുക്ക് വരുന്നത്. പിന്നെ നമ്മൾ 3 കൂളിംഗ് ഫാൻ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണം നമ്മൾ ഈ ബോർഡിലോട്ട് അടിക്കുന്ന രീതിയിലും ഒരെണ്ണം എക്സോസ്റ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പുതിയ ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ പണി മൊത്തം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ ചാനലിൽ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.